ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് തേങ്ങാപ്പാൽ വെച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം നമ്മളിത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാലാണ് വേണ്ടത്. ഒരു വലിയ തേങ്ങയാണെങ്കിൽ അരമുറി മതി, ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കണം കേട്ടോ. അതിൻ്റെ ആദ്യത്തെ പാൽ മാത്രം എടുത്താൽ മതിയേ. ബാക്കി സാധനങ്ങൾ നോക്കാം. പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി 4 എടുത്തിട്ടുണ്ട്, ഉള്ളിയും 4 എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് കേട്ടോ. അതിലേക്ക് 4 ഉള്ളിയും 4 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്യുന്ന സമയം നമുക്ക് ചിക്കൻ ഊറ്റി വയ്ക്കാം കേട്ടോ. ചിക്കനിൽ വെള്ളം പാടില്ല. അപ്പോൾ ഓട്ടപാത്രത്തിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ആക്കിയിട്ട് ഊറ്റി വയ്ക്കാം. വെള്ളം പാടില്ല കേട്ടോ അതിൽ, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയാണ് എടുക്കേണ്ടത്. ഗരം മസാല, ഈ പൊടികളൊക്കെയാണ് ആവശ്യമുള്ളത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കാം. ഇഞ്ചി വാർത്ത് വെച്ച ചിക്കനാണ്, വെള്ളമൊന്നുമില്ലാതെ. നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നവരെ വാട്ടിയെടുക്കണേ. കുറച്ച് ഉപ്പിട്ടാൽ വേഗം വാടി കിട്ടും കേട്ടോ. നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നന്നായിട്ട് വാട്ടിയെടുക്കേ. ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യം വരില്ല, അതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ടത്. ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. എത്ര വാർത്താലും അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. ഒരു കിലോ ചിക്കനിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം വേണം കേട്ടോ. അതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇത് മൂടുമ്പോൾ കുക്കർ അടയ്ക്കുമ്പോൾ കുക്കറായാലും വേറെ എന്തെങ്കിലും ആയാലും 1/2 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളം കേട്ടോ ഒഴിക്കണേ. അതിൽ കൂടുതൽ ഒഴിക്കരുതേ. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ആയിട്ടൊന്ന് മിക്സായി വരട്ടെ. നമുക്കിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതിയേ. തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഒഴിക്കാൻ വന്നത് കേട്ടോ, തേങ്ങാപ്പാൽ. അത് ഒഴിക്കാമേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ബ്രെഡിനും നൂൽപുട്ടിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.